ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് നേഴ്സിന് ദുബായിലേക്ക് പോകാനായിട്ട് ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ ഒരു പ്രൊസീജിയർ ഒരു പ്രൈമറി സോഴ്സ് വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ എവിടെ നിന്നൊക്കെ ഡോക്യുമെന്റ്സ് ഒബ്റ്റൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു കൺട്രിയിൽ നിന്നിട്ടായിരിക്കും ദുബായിലോട്ടുള്ള ഒരു മൈഗ്രേഷൻ പ്ലാൻ ചെയ്യുന്നത്. നമുക്കൊരു നേഴ്സ് എങ്ങനെ ദുബായിൽ എത്താന്നുള്ള ഒരു ഫുൾ പ്രൊസീജിയർ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഹസൻ സാറിനോട് തന്നെ ആദ്യം ചോദിക്കാം, ഒരു നേഴ്സിന് ദുബായിലേക്ക് പോകാനായിട്ട് ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ ഒരു പ്രൊസീജിയർ എന്തായിരിക്കും? ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മുടെ രജിസ്ട്രേഷൻ്റെ വാലിഡിറ്റി ഒന്ന് ചെക്ക് ചെയ്യണം. വാലിഡിറ്റി ചെക്ക് ചെയ്തിട്ട് അത് വാലിഡ് അല്ല എന്നുണ്ടെങ്കിൽ അത് റിന്യൂ ചെയ്യണം. റിന്യൂ ചെയ്തതിന് ശേഷം നമ്മൾ ഗുഡ് സ്റ്റാൻഡിങ്ങിന് DHലേക്ക് ഗുഡ് സ്റ്റാൻഡിങ്ങിന് അപ്ലൈ ചെയ്യണം. നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്തത് അവിടുത്തെ വാലിഡ് രജിസ്ട്രേഷൻ വെച്ചിട്ട് വേണം DHലേക്ക് ഗുഡ് സ്റ്റാൻഡിങ് അപ്ലൈ ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് ഡാറ്റ ഫ്ലോ ആണ്. ഡാറ്റ ഫ്ലോ കഴിഞ്ഞതിന് ശേഷം പ്രോമെട്രിക് എക്സാം കോച്ചിങ്, പിന്നെ SELS BLS ഉണ്ട്, പിന്നെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ഉണ്ട്, എക്സാം ബുക്കിംഗ് വരുന്നുണ്ട്, എലിജിബിലിറ്റി പ്രോസസ് ഉണ്ട്, കുറേ ഒരു ചെയിൻ ഓഫ് പ്രൊസീജിയേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പ്രൊസീജിയേഴ്സും എന്താണെന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്കെങ്കിലും രജിസ്ട്രേഷൻ്റെ ഒരു റിന്യൂവൽ പ്രോസസ്സ് എന്താണെന്നുള്ളത് ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. അപ്പോൾ ഓരോ കൗൺസിലിൻ്റെയും രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഫിക്സഡ് പീരീഡ് ഓഫ് വാലിഡിറ്റി ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ആ ഒരു പീരീഡ് കഴിയുമ്പോൾ അത് ഡെഫിനറ്റ്ലി അത് എക്സ്പയർഡ് ആവും. അതിന് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സാണ് ഈ റിന്യൂവൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അസിസ്റ്റൻസും ഗൈഡൻസും നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം, ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എവിടെയെങ്കിലും എബ്രോഡ് പോകാൻ നേരത്തെ ആയിരിക്കും നമ്മൾ രജിസ്ട്രേഷൻ എടുത്ത് വാലിഡിറ്റി കഴിഞ്ഞു എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഇപ്പോൾ ആ ഒരു റിന്യൂഡ് അല്ലാത്ത എക്സ്പയർഡ് രജിസ്ട്രേഷനുമായിട്ട് പോലും ഒരിക്കലും അവർക്ക് ഗുഡ് സ്റ്റാൻഡിങ്ങിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് വൺസ് അത് റിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ് എന്നുള്ളത് ഗുഡ് സ്റ്റാൻഡിങ്ങിന് അപ്ലൈ ചെയ്യുന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്, എന്താ ഈ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ്, ഇനി നമ്മൾ ഈ ഗുഡ് കോണ്ടാക്ട് എന്നൊക്കെ പറയില്ല, അതാണോ സ്വഭാവ സർട്ടിഫിക്കറ്റ് ആണോ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് സാർ? ആക്ച്വലി ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് സ്വഭാവ സർട്ടിഫിക്കറ്റ് തന്നെയാണ്. നമ്മൾ ഇപ്പോൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ എവിടെയാണ് വർക്ക് ചെയ്തത് അവിടെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒന്നും നമ്മൾ പങ്കെടുത്തിട്ടില്ല എന്ന് ഇവിടുത്തെ കൗൺസിലിൽ നിന്ന് നമ്മൾ ദുബായിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രിയിലോട്ടാണ് പോകുന്നത്, ആ കൺട്രിയിലേക്ക് ഒരു അപ്രൂവൽ, ഒരു ഓതറൈസേഷൻ കൊടുക്കുക എന്നുള്ളൊരു പ്രൊസീജിയറാണ്. അതുപോലെ തന്നെ ഇവരുടെ രജിസ്ട്രേഷൻ എക്സ്പയർഡ് അല്ല, അത് സ്റ്റിൽ വാലിഡ് ആണ്, ഇവരെ ഒരു മാൽ പ്രാക്ടീസിനും ഇന്ന് വരെ ഒരു നേഴ്സിനെ കോട്ട് ചെയ്തിട്ടില്ല എന്നൊക്കെയുള്ള ഒരു അപ്രൂവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഗുഡ് സ്റ്റാൻഡിങ്ങിൽ. നല്ലൊരു കാൻഡിഡേറ്റ് ആണ് അതാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കൗൺസിൽ ടു കൗൺസിലായിരിക്കും സെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ദുബായിയുടെ അല്ലേ പറഞ്ഞു, DHA ദുബായ് ഹെൽത്ത് അതോറിറ്റിയിലായിരിക്കും. ഏത് കൗൺസിലിൽ നിന്നാണോ അപ്ലൈ ചെയ്യുന്നത്, കേരളയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ കേരളം DHAയിലേക്കായിരിക്കും സെൻഡ് ചെയ്യുന്നത്. ഒരു കോപ്പി കാൻഡിഡേറ്റിന് കിട്ടും. ആ കോപ്പി വെച്ചിട്ട് കോപ്പി വരും. അതിന്റെ ഒരു കോപ്പി ഡയറക്ട്ലി ദുബായ് ഹെൽത്ത് അതോറിറ്റിക്ക് മിനിസ്ട്രിക്ക് പോകുന്നതായിരിക്കും. അത് വെച്ചിട്ടാണ് നമ്മൾ ഡാറ്റ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡാറ്റ ഫ്ലോയെ കുറിച്ച് സംസാരിക്കാം. ഡേറ്റ ഫ്ലോ എന്താണെന്ന് പറയാം. അപ്പോൾ ഈ ഡേറ്റ ഫ്ലോ എന്ന് പറയുന്നത് ആക്ച്വലി എല്ലാവരും ചോദിക്കുക എന്താ ഈ ഒരു പ്രോസസ്സ് എന്ന് ചോദിക്കും. മെയിൻലി ഇതൊരു പ്രൈമറി സോഴ്സ് വെരിഫിക്കേഷൻ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു നേഴ്സാണെന്ന് വിചാരിക്കാം. എൻ്റെ ഒരു പ്രൈമറി സോഴ്സ് വെരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ എവിടെ നിന്നൊക്കെ ഡോക്യുമെന്റ്സ് ഒബ്റ്റൈൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വെരിഫിക്കേഷനാണ്. ലൈക്ക് എൻ്റെ ഒരു എംപ്ലോയർ തന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, പിന്നെ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡിഗ്രി, പിന്നെ ഒബ്വിയസ്ലി എൻ്റെ ഹെൽത്ത് രജിസ്ട്രേഷൻ. ഇതൊക്കെയാണ് എൻ്റെ പ്രൈമറി സോഴ്സ് വെരിഫൈ ചെയ്യുന്ന ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഇങ്ങനെയുള്ള വെരിഫിക്കേഷൻ ഏജൻസീസ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദി ഏജൻസീസ് ആണ് നമ്മുടെ ഡേറ്റ ഫ്ലോ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ദുബായിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റ ഫ്ലോയിൽ മെയിൻലി നമ്മൾ ഈ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് അത് വെരിഫൈ ചെയ്ത് ഇത് ഫേക്ക് അല്ല ഒറിജിനൽ ആണെന്നുള്ളൊരു ഓതന്റിക്കേഷൻ, ഒരു അപ്രൂവലാണ് ഡേറ്റ ഫ്ലോയിൽ ചെയ്യുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ജെന്യുവൻ ആണ്, ഇഷ്യൂസ് ഒന്നുമില്ല എന്നുള്ള റിപ്പോർട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്, ഔട്ട്കം ആയിട്ട്. അതെ, ഇതിൻ്റെ ഒരു കോപ്പി നേരെ DHAയിൽ അല്ലെങ്കിൽ അതായത് കൗൺസിലിലേക്ക് ഡാറ്റ ഫ്ലോ ഗ്രൂപ്പ് സെൻഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ഡാറ്റ ഫ്ലോയുടെ പ്രോസസ്സ് വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ എക്സാമിൻ്റെ പ്രോസസ്സാണ്. അപ്പോൾ എക്സാം കോച്ചിങ് എങ്ങനെയാണ്? എക്സാം അതിൽ മെയിൻ നമ്മളിപ്പം ഇങ്ങോട്ട് വരുന്ന കാൻഡിഡേറ്റ്സിനോട് നമ്മൾ ബെസ്റ്റ് ഒരു അഡ്വൈസ് കൊടുക്കുന്നത്, ആദ്യം നിങ്ങൾ DHAക്ക് ആണെങ്കിൽ ഡേറ്റ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിനൊരു 30 വർക്കിംഗ് ഡേയ്സിൻ്റെ ഡ്യൂറേഷൻ ഉണ്ട് ഈ ഡേറ്റ ഫ്ലോ കംപ്ലീറ്റ് ആവാനായിട്ട്. മീൻ വൈൽ അവർക്ക് ആ ഒരു ടൈം ഒരു വെറുതെ വേസ്റ്റേജ് ചെയ്യാണ്ട് അവർക്ക് കോച്ചിങ് എന്നുള്ളൊരു പ്രോസസ്സ് എടുക്കാൻ പറ്റും. അപ്പോൾ കോച്ചിങ് 30 വർക്കിംഗ് ഡേയ്സിൻ്റെ കോച്ചിങ് ഉണ്ട്. ഇൻ കേസ് ക്രാഷ് കോഴ്സ് ആണ് വേണ്ടവർക്കെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഏകദേശം ഒരു 15 years പ്ലസ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിൻ്റെ അണ്ടർ
ഗൈഡൻസിലാണ് നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. 100% സക്സസ് ഗ്യാരണ്ടീഡ് പ്രോഗ്രാമാണ് ട്രൂവയുടെ കോച്ചിങ്. പിന്നെ ഗ്രാഫിക്കലി നമ്മൾ സ്റ്റുഡൻസിനെ അനലൈസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എനിക്ക് തോന്നുന്നു ട്രൂവയുടെ ഒരു കോച്ചിങ്ങിൻ്റെ സ്പെഷ്യാലിറ്റീസ് ആണ്. അപ്പോൾ ഈ കോച്ചിങ് എന്നുള്ള ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഡേറ്റ ഫ്ലോയും കംപ്ലീറ്റ് ആയ റിപ്പോർട്ട് വരുമ്പോൾ അടുത്തവർക്ക് എക്സാമിനേഷൻ ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് സാർ ഒന്ന് പറയാം. എക്സാം ബുക്ക് ചെയ്യുന്നത് ആക്ച്വലി പ്രോമെട്രിക് എന്നുള്ള വെബ്സൈറ്റിലാണ് നമ്മൾ എക്സാം ബുക്ക് ചെയ്യുന്നത്. പ്രോമെട്രിക് ആണ് ഇപ്പോൾ DHAയുടെ പിന്നെ അതർ കൺട്രീസിൻ്റെയൊക്കെ ലൈസൻസിങ്ങിൻ്റെ എക്സാം നടത്തുന്നത്. ഓക്കെ, പ്രോമെട്രിക് എന്ന് പറയുന്നത് ടെസ്റ്റ് സെൻറ്റർ മാത്രമാണ്. അതിൻ്റെ എക്സാം നടത്താനുള്ളൊരു ടെസ്റ്റിംഗ് സെൻറ്റർ മാത്രമാണ് പ്രോമെട്രിക് എന്ന് പറയുന്നത്. അപ്പോൾ അത് പറഞ്ഞ് പ്രോമെട്രിക് എക്സാം ബുക്കിംഗ് ഇപ്പോൾ ഹാദിനാണെന്നുണ്ടെങ്കിൽ പിയേഴ്സൺ ആണ്. അപ്പോൾ അതിനുശേഷം പ്രോമെട്രിക്ക് നമുക്ക് ഓരോ സ്റ്റേറ്റിലും സെൻറ്റേഴ്സ് ഉണ്ട്. കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്താണ് സെൻറ്റർ വരുന്നത്. ബാംഗ്ലൂർ ആണെന്നുണ്ടെങ്കിൽ വൈറ്റ് ഫീൽഡിലാണ് സെൻറ്റർ വരുന്നത്. ഓരോ സ്റ്റേറ്റിലും പ്രോമെട്രിക്കിന് സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ പുറത്താണ് ദുബായിൽ പോയിട്ടാണ് എക്സാം എഴുതുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എവിടെയാണ് സെൻറ്റർ വേണ്ടത് അവിടെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഗ്ലോബലി സെൻറ്റേഴ്സ് അതെ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ്സിൽ നമുക്ക് എക്സാം ബുക്ക് ചെയ്തിട്ട് ആ ഡേറ്റിൽ നമ്മൾ പോയി അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ്. പോകുമ്പോഴും ഒറിജിനൽ പാസ്പോർട്ടും കൂടെ കയ്യിൽ വെച്ചിരുന്നു. പിന്നെ അതുപോലെ ഇതിന്റെ പ്രോമെട്രിക്കിന്റെ എക്സാം ബുക്ക് ചെയ്യുമ്പോൾ ഇവർക്ക് ഒബ്വിയസ്ലി ഒരു അപ്പോയിന്റ്മെന്റ് കൺഫർമേഷൻ ലെറ്റർ ഇവരുടെ മെയിലിലേക്ക് പോകും. അവരുടെ ഒരു ഹോൾ ടിക്കറ്റ് പോലെയാണ്. അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക, അതിന്റെ ഒരു പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കുക, പാസ്പോർട്ടിന്റെ കോപ്പിയും എലോങ് വിത്ത് പാസ്പോർട്ടിന്റെ ഒറിജിനലും കൂടെ അവർ കൊണ്ടുപോകണം ഒരു വെരിഫിക്കേഷന് വേണ്ടിയിട്ട്. പിന്നെ വരുന്നത് ACLS BLS. നമ്മുടെ അത് ഈ DHAയുടെ ലൈസൻസിങ് പ്രൊസീജിയറിന് മാൻഡേറ്ററി ആയിട്ടും BLS വേണം. അപ്പോൾ BLS എടുക്കാൻ പോകുമ്പോൾ തന്നെ ACLS കൂടെ എടുത്ത് വെച്ചിരിക്കുന്നത് ബെറ്ററാണ്. 3+1 4 ദിവസമാണ് ACLS BLSന്റെ കോച്ചിങ്. അപ്പോൾ DHA ലൈസൻസിങ്ങിന് BLS മാത്രം മതി. പക്ഷേ ACLS കൂടെ എടുത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് അവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ ACLSന്റെ ആവശ്യം മാൻഡേറ്ററി ആണ്. അപ്പോൾ പിന്നെ അവർക്ക് പിന്നെ നാട്ടിൽ വന്ന് ചിലപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ കോസ്റ്റ് കൂടുതലാണ്. അങ്ങനെയുള്ള കുറേ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ACLS BLS കമ്പൈൻ ചെയ്ത് ഒരുമിച്ച് എടുത്തിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് വരുന്നത്. BLS എന്ന് പറയുമ്പോൾ ബേസിക് ലൈഫ് സപ്പോർട്ട്, ACLS എന്ന് പറയുമ്പോൾ അഡ്വാൻസ് കാർഡിയോ വാസ്കുലർ ലൈഫ് സപ്പോർട്ട്. അപ്പോൾ അതിൽ കൂടുതലും നഴ്സസിന്റെ ഈ പെട്ടെന്നൊരു എന്തെങ്കിലുമൊക്കെ കാർഡിയാക് അറസ്റ്റോ അങ്ങനെയൊക്കെ ഇഷ്യൂസ് വന്നാൽ അതിനെ എങ്ങനെ അവർ അങ്ങനെയുള്ള ട്രെയിനിങ് അല്ലേ കൂടുതലും? 4 ഡേയ്സിന്റെ ട്രെയിനിങ്. 2 ടൈപ്പ് ഉണ്ട്. HAയുടെ ഉണ്ട്, പിന്നെ അമേരിക്കൻ സേഫ്റ്റിയുടെ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് രണ്ടും അപ്രൂവ്ഡ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്താൽ മതി. അത് ACLS BLS നമുക്ക് കേരളത്തിലാണെങ്കിൽ എല്ലാ ജില്ലയിലും ക്ലാസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. BLS ആക്ച്വലി 2 ഡേയ്സിന്റെ 1 ഡേയുടെ ക്ലാസ് ആണ് BLS. ഒരു ദിവസം രാവിലെ പോലെ ഈവനിങ് അവർക്ക് ക്ലാസ് കഴിയും. പിന്നെ 3 ഡേയ്സ് ACLSന്റെ ക്ലാസ് വരും. ഈ 4 ഡേയ്സും കംപ്ലീറ്റ് ആവുമ്പോഴാണ് ഇവർക്ക് ഇതിന്റെ AHAയുടെ ആയാലും ASHയുടെ ആയാലും സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. പ്രാക്ടിക്കലിൽ ഇതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പ്രൊസീജിയേഴ്സ് പഠിപ്പിച്ചു കൊടുത്തിട്ട് ഇവരെ തന്നെ ലൈവായിട്ട് പെർഫോം ചെയ്തിട്ടാണ്. ഈ ഡമ്മിയൊക്കെ വെച്ചിട്ടുള്ള പെർഫോമൻസ് ആണ് തോന്നുന്നത്. അങ്ങനെയാണ് അതിന്റെ എക്സാം പാസ് ആവുന്നത്. ടഫ് ഒന്നും അല്ല. ആസ് എ നേഴ്സ് സിമ്പിൾ ആയിട്ട് പാസ് ആവാൻ പറ്റുന്നത്. അപ്പോൾ അത് അറിയാമായിരിക്കുമല്ലോ അതിന്റെ ഒരു പ്രോസസ്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈസൻസിങ് DHAയുടെ ലൈസൻസിങ് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യണം. അതിനെയാണ് നമ്മൾ DHAയുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ചെയ്യുന്ന എലിജിബിലിറ്റി ആക്ച്വലി ഒരു ടെമ്പററി ലൈസൻസിങ് ആണ്. ആ എലിജിബിലിറ്റി ലെറ്ററുമായിട്ട് ഇവർ എംപ്ലോയറിന്റെ അടുത്ത് പോകുമ്പോൾ പിന്നെ ഇതിന്റെ ഒരു പെർമനന്റ് ലൈസൻസിങ് എംപ്ലോയർ ആയിരിക്കും ചെയ്യുന്നത്. ദുബായിലെ ഹോസ്പിറ്റലിൽ നമ്മൾ എവിടെയാണോ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുന്നത് ആ ഹോസ്പിറ്റലിൽ ആണ് ആക്റ്റീവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ വാലിഡിറ്റിയും കാര്യങ്ങളൊക്കെ ഒരു ഡൗട്ട് വരാം. അതും കൂടെ നമുക്കൊന്ന് പറയാം. കാരണം എല്ലാവരും ചോദിക്കും ഡേറ്റ ഫ്ലോയ്ക്ക് ഒരു ടൈം ഫ്രെയിം ഉണ്ടോ, ഇത്ര മാസം കഴിയുമ്പോൾ അത് എക്സ്പയർഡ് ആവുമെന്ന് ചോദിക്കും. ഡേറ്റ ഫ്ലോ ആക്ച്വലി ലൈഫ് ടൈം വാലിഡിറ്റി ഉള്ള ഒരു റിപ്പോർട്ടാണ്. ഓക്കെ, ഡേറ്റ ഫ്ലോ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ അതിൽ ഈ രജിസ്ട്രേഷൻ ചിലരുടേത് ഈ ഡേറ്റ ഫ്ലോ ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ എക്സ്പയർഡ് ആവും. അങ്ങനെയുള്ള കേസിൽ അവർ റിന്യൂ ചെയ്തിട്ട് റിന്യൂഡ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ്റെ ഒരു കോപ്പി ഡേറ്റ ഫ്ലോ ത്രൂ വെരിഫൈ ചെയ്ത് ആ റിപ്പോർട്ട് എപ്പോഴും അപ്ഡേറ്റഡ് ആക്കുക. അതുപോലെ ഗുഡ് സ്റ്റാൻഡിങ്ങിന് 6 മാസത്തെ വാലിഡിറ്റി ഉള്ളൂ. ചിലപ്പോൾ ഇവരത് ചെയ്തിട്ട് കുറേ വെയിറ്റ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ജോബിനൊക്കെ കയറുന്നത്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നാൽ ഗുഡ് സ്റ്റാൻഡിങ്ങും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പുതിയത് എടുക്കുക. പിന്നെ ഗ്യാപ്പ് വരുന്നവരുണ്ട്. ഇപ്പം ഇൻ കേസ് ഡേറ്റ ഫ്ലോ ചെയ്ത് വെച്ചിട്ടും പിന്നെ നാട്ടിൽ വർക്ക് ചെയ്യോ അങ്ങനെയൊക്കെ വരുന്നവരുണ്ടെങ്കിൽ അവർക്ക് DHAയിൽ ആക്ച്വലി 2 years ഉണ്ട്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇവർ പഠിച്ചിറങ്ങി 2 വർഷത്തിൽ കൂടുതൽ
ഗ്യാപ്പ് വരാത്ത ഫ്രഷ് നഴ്സിംഗ് ഗ്രാജുവേറ്റ്സിനാണ് ഫ്രഷേഴ്സ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ. 2 വർഷം കഴിഞ്ഞിട്ട് 2 വർഷം വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഗ്യാപ്പായിട്ട് തന്നെ വരും. ചിലർ ഈ 4 വർഷത്തേക്ക് ഗ്യാപ്പ് ഉള്ളവർ വിളിച്ചിട്ട് പറയും നമുക്ക് ഫ്രഷറായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അത് പറ്റില്ല. അവർ പഠിച്ചിറങ്ങി 2 വർഷത്തിൽ കൂടുതൽ അത് എക്സ്റ്റെൻഡ് ആവാൻ പാടില്ല. ആ ഒരു ടൈം 2 ഇയേഴ്സിന്റെ ഗ്യാപ്പ് ആണ് അക്സെപ്റ്റ് ചെയ്യും. എക്സാക്ട്ലി 24 മന്ത്സ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കൂടുതലാണെന്നുണ്ടെങ്കിൽ 2 വർഷം വർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ 2 ഇയേഴ്സ് അവർ വർക്ക് ചെയ്ത് ആ എക്സ്പീരിയൻസ് ഡേറ്റ ഫ്ലോയിൽ വെരിഫൈ ചെയ്യും. അല്ലെങ്കിൽ അവർക്ക് എലിജിബിലിറ്റി റിജക്ട് ആവും. ഇനഫ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. ഈ DHA ലൈസൻസിന്റെ വാലിഡിറ്റിയെ കുറിച്ചൊന്നും പറഞ്ഞു കൊടുക്കണ്ടേ? പറയാം. നമുക്ക് ഒരു കാൻഡിഡേറ്റ് ഇപ്പോൾ DHAയുടെ പ്രോമെട്രിക് എഴുതി പാസ്സായി കഴിഞ്ഞാൽ ആ എക്സാമിന്റെ വാലിഡിറ്റി 5 ഇയേഴ്സ് വരുന്നുണ്ട്. ആ 5 വർഷത്തിനുള്ളിൽ അവർ അതായത് ഒരു ജോബിന് കയറിയിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ. അതുപോലെ തന്നെ DHAയുടെ എലിജിബിലിറ്റി ലെറ്റർ എടുക്കുന്നവർ ഏറ്റവും ഫൈനൽ പ്രോസസ് ആണല്ലോ എലിജിബിലിറ്റി. ആ ലെറ്ററിന് 1 ഇയറിന്റെ വാലിഡിറ്റി ഉള്ള. അപ്പോൾ ആ 1 വർഷം കഴിഞ്ഞാലും നമ്മൾ എലിജിബിലിറ്റി ലെറ്റർ റിന്യൂ ചെയ്യണം. അപ്പോൾ അങ്ങനെ റിന്യൂ ചെയ്യുന്ന സമയത്ത് മേ ബി ഇവർക്ക് ഗ്യാപ്പ് വരാം. ഇപ്പോൾ 1 വർഷത്തേക്ക് ഗ്യാപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അവർ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് അതിൽ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഗുഡ് സ്റ്റാൻഡിങ് അപ്ഡേറ്റഡ് അല്ലെങ്കിൽ പുതിയ ഗുഡ് സ്റ്റാൻഡിങ് എടുക്കുക. അങ്ങനെയൊക്കെയാണ് ഈ ഡേറ്റ ഫ്ലോ അപ്ഡേറ്റഡ് ആക്കി വെക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നെയും എലിജിബിലിറ്റി റിന്യൂ ചെയ്യുമ്പോൾ കിട്ടാണ്ട് വരും. അതെ. പിന്നെ ഇതിന് ഏജ് ഗ്യാപ്പ് ഏജിന്റെ ക്രൈറ്റീരിയ ആക്ച്വലി മിക്കവരും ചോദിക്കുന്നുണ്ട്. 60 വയസ്സെന്നൊക്കെ ചിലർ പറയും. പക്ഷെ ഒരു എംപ്ലോയർ എത്ര വയസ്സ് വരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമോ അത്രയും നാള് നമുക്ക് ചെയ്യാവുന്നതാണ്. നഴ്സ് ആക്ച്വലി ഓൾവേസ് അവര് ജോലി ചെയ്യാം. ആരോഗ്യമുള്ളിടത്തോളം കാലം അവർക്ക് ജോലി ചെയ്യാവുന്നുള്ളത്. പിന്നെ അവരെ ഒരു എംപ്ലോയർ എത്ര നാൾ അക്സെപ്റ്റ് ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തിട്ട് ഏജ് വരത്തുള്ളൂ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാനുള്ളത് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ. നമുക്ക് ദേശീയ ആകുമ്പോൾ UAE എംബസി അറ്റസ്റ്റേഷൻ ആണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ഇഷ്യൂ ചെയ്ത സർട്ടിഫിക്കറ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ UAE എംബസി അറ്റസ്റ്റേഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ മെഡിക്കൽ പ്രൊഫഷണൽസ് HRD ചെയ്യേണ്ടത് മാൻഡേറ്ററി ആണ്. ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് SDM വഴി ചെയ്യാൻ പറ്റും. പക്ഷേ HRD ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. എന്തെങ്കിലും ഒരു വെരിഫിക്കേഷനോ കാര്യങ്ങളോ വന്നാൽ ആ ഡോക്യുമെന്റിന് കുറച്ചും കൂടെ ഒരു ഓതന്റിക്കേഷൻ കിട്ടും. HRD അറ്റസ്റ്റേഷൻ 2 ടൈപ്പാണുള്ളത്. ഒന്ന് ഇന്ത്യയിൽ നിന്നുള്ള UAE എംബസി അറ്റസ്റ്റേഷനും പിന്നെ UAE നിന്നുള്ള മോഫയുടെ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സിന്റെ അറ്റസ്റ്റേഷൻ. 2 സ്റ്റാമ്പാണ് ആക്ച്വലി വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് വെച്ചിട്ടാണ് നമ്മൾ അവിടെ എംപ്ലോയ്മെന്റ് വിസയ്ക്കും കാര്യങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ചില എംപ്ലോയേഴ്സ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രം അറ്റസ്റ്റ് ചെയ്താൽ മതി എന്ന് പറയും. പിന്നെ അപൂർവം ചില എംപ്ലോയേഴ്സ് നമ്മുടെ രജിസ്ട്രേഷനും എക്സ്പീരിയൻസും ഡോക്യുമെന്റ്സ് അറ്റസ്റ്റ് ചെയ്യാൻ പറയാറുണ്ട്. ഒരു 90% ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രം ചെയ്താൽ മതിയാവും. നമുക്ക് ആക്ച്വലി ഇത് വിസ പർപ്പസിന് ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രം മതി. പിന്നെ എംപ്ലോയർ റിക്വയർമെന്റ് ആയിരിക്കും ബാക്കിയുള്ളതൊക്കെ വരുന്നത്. അപ്പോൾ ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മോഫ അറ്റസ്റ്റേഷൻ നമുക്ക് 2 ടൈപ്പ് ചെയ്യും. ഒന്ന് ഇവിടെ നിന്നും ചെയ്യാൻ പറ്റും. ഇവിടെ നിന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഞങ്ങൾ ഡോക്യുമെന്റ് കയ്യിൽ കൊറിയർ അയച്ചിട്ട് ചെയ്ത് തിരിച്ചു വരാനാണ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിസിറ്റിംഗ് വിസയിലൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ചെയ്താലും മതി. പക്ഷെ ഇവിടെ നിന്ന് ഒരു എംപ്ലോയ്മെന്റ് വിസയിൽ തന്നെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഇതെല്ലാം മോഫയും കൂടെ ചെയ്തിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള. പിന്നെ മിക്കവരും ചോദിക്കും അവിടെ പോയിട്ട് ഡേറ്റ ഫ്ലോ ചെയ്താൽ മതിയോ, എക്സാം അവിടെ പോയി എഴുതിയാൽ മതിയോ? അതായത് ഇവിടെ നിന്ന് ഡയറക്റ്റ്ലി അവർ വിസിറ്റിംഗ് വിസ എന്തെങ്കിലും എടുത്ത് പോയിട്ട് അവിടെ നിന്നുകൊണ്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാം. നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ എന്നുള്ളത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പോകുമ്പോൾ ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ട് പോകാന്നുള്ളത്. കാരണം ഇതൊരു ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ് ഈ ജോബ് എബ്രോഡ് നേടുക എന്നുള്ളത്. ഹോസ്പിറ്റൽസിൽ അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടായിരിക്കും റിക്വയർമെന്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ ഇതെല്ലാം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് അവർക്ക് ഇമ്മീഡിയറ്റ്ലി അവരെ റിക്രൂട്ട് ചെയ്യും. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളി ക്ലിയർ ആയ ഒരാൾ വന്നിരിക്കുകയാണ്, ഒന്നും ചെയ്യാത്ത പ്രയോറിറ്റി നമുക്ക് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്കല്ലേ കിട്ടുക. അപ്പൊ എംപ്ലോയറിന് എത്രയും പെട്ടെന്നൊരു സ്റ്റാഫിനെ കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ പ്രയോറിറ്റി കഴിഞ്ഞ പിന്നെ അവിടുത്തെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഈ ഇത്രയും 3 മാസത്തെ ടൈമിലൊക്കെ നമ്മൾ എക്സ്പെൻസ് കൂടുതൽ മീറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ചെയ്ത് ഫുള്ള് ഫിനിഷ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും. ജോബിന് കയറാനും അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യം. ഇവിടെ നിന്ന് വേണമെങ്കിൽ ജോബിന് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും.
ഇപ്പോൾ നോർക്കയുടെയൊക്കെ തന്നെ പോർട്ടലുകളിൽ ഇഷ്ടംപോലെ ജോബ് വേക്കൻസീസ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അതുപോലെ നമുക്ക് കുറേ റിക്രൂട്ടിംഗ് ഏജൻസീസുമായിട്ട് നമുക്ക് ടൈപ്പ് ഉള്ള ഏജൻസീസ് ഉണ്ട്. അപ്പോൾ അവർ ത്രൂ വരുന്ന വേക്കൻസീസ് ഒക്കെ നമ്മുടെ കാൻഡിഡേറ്റ്സിനെ കണക്ട് ചെയ്യിപ്പിച്ച് കൊടുക്കാനും നമുക്ക് പറ്റും. നമ്മളൊരു രജിസ്റ്റേർഡ് റിക്രൂട്ടേഴ്സ് അല്ലെങ്കിലും ഇങ്ങനെയുള്ള ഹെൽപ്പ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്രൂവ്ഡ് ആയിട്ടുള്ള റിക്രൂട്ടേഴ്സിന് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. CVs ഒക്കെ കളക്ട് ചെയ്തിട്ട് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ ഒരു കണക്ടിങ് എന്നുള്ള ഒരു പ്രോസസ്സാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെയാണ് ഒരു നേഴ്സ് ദുബായിലെത്തുന്നത്. അപ്പൊ അവർ എത്തിക്കഴിഞ്ഞു അല്ലേ? അവര് രജിസ്ട്രേഷന്റെ കാര്യത്തിൽ തുടങ്ങി അവര് ഫൈനലി പിന്നെ അവരുടെ ലൈസൻസ് റിന്യൂവലിലേക്ക് അവിടുത്തെ എംപ്ലോയർ തന്നെ ഓട്ടോമാറ്റിക്കലി 2 years കൂടുമ്പോൾ അപ്ഡേറ്റ് ചെയ്ത് പോകും. ഓക്കെ. പിന്നെ മെയിനായിട്ട് ഇതിൽ വരുന്ന വേറെ ഡൗട്ട്സ് എന്ന് പറയുമ്പോൾ ചിലർക്ക് ഇപ്പൊ വേറെ ഏതെങ്കിലും ഒരു കൺട്രിയിൽ നിന്നിട്ടായിരിക്കും ദുബായിലോട്ടുള്ള ഒരു മൈഗ്രേഷൻ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരും. ഈ ലൈസൻസിങ്ങിന്റെ പാർട്ടായിട്ട് ഇപ്പൊ ബഹ്റൈനിൽ വർക്ക് ചെയ്തൊരു നഴ്സ് ഇനി ദുബായിൽ പോകുന്ന എന്നുണ്ടെങ്കിൽ ബഹ്റൈൻ PCC വേണം. ഇന്ത്യയിൽ പോകുന്ന ആൾക്കാർക്ക് ഇന്ത്യൻ PCCയുടെ ആവശ്യമില്ല. എബ്രോഡ് ആണെന്നുണ്ടെങ്കിൽ മേ ബി ആ രാജ്യത്ത് അവരുടെ കോണ്ടാക്റ്റും കാര്യങ്ങളും ക്ലിയർ ആയിരുന്നു എന്ന് കാണിക്കാൻ ഒരു PCC വർക്ക് ചെയ്ത ആൾക്കാർ ദുബായിലേക്ക് വരുമ്പോൾ PCC മാൻഡേറ്ററി ആണ്. അതെ. പിന്നെയെന്ന് വെച്ചാൽ ചിലർക്ക് എബ്രോഡ് നഴ്സിംഗ് കൗൺസിലിന്റെ രജിസ്ട്രേഷൻ ഒക്കെ ഉള്ളവരുണ്ടാവും. ഇപ്പോൾ ബഹ്റൈൻ നഴ്സിംഗ് കൗൺസിലോ കുവൈറ്റ് നഴ്സിംഗ് കൗൺസിലോ ഒക്കെ അങ്ങനെയുള്ള ഒരാളാണ് DHAയിലോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ ബഹ്റൈൻ ഗുഡ് സ്റ്റാൻഡിങ്ങോ അതുപോലെ കുവൈറ്റ് ഗുഡ് സ്റ്റാൻഡിങ് ആ നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് അവരെ ഗുഡ് സ്റ്റാൻഡിങ് എടുക്കണം. അതുമൊക്കെ കുറച്ച് സൗദി നഴ്സിംഗ് കൗൺസിലിൽ എടുക്കണം. ആ ഡാറ്റ ഫ്ലോ റിപ്പോർട്ട് വേണമെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ആൾറെഡി നേരത്തെ ഡാറ്റ ഫ്ലോ ചെയ്ത റിപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് ഏത് എക്സ്പീരിയൻസ് ആണ് ആഡ് ചെയ്യേണ്ടത് അത് മാത്രം ആഡ് ചെയ്ത് പോകാൻ പറ്റും. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്തോ. ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പർ 24 hours ആക്റ്റീവ് ആണ്. നിങ്ങൾക്ക് വാട്സാപ്പിൽ ചാറ്റ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ റിപ്ലൈ ചെയ്യാം. താങ്ക് യു.